നമസ്കാരം. നെടുമങ്ങാട് അർഷിതിന്റെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് മനുഷ്യ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒന്നിച്ചു ജീവിക്കാൻ കുഞ്ഞു തടസ്സമാണെന്ന് കരുതി ക്രൂരതയുടെ എല്ലാ അതിരുകളും ലംഘിച്ച പ്രതി അഷ്കറും അതിന് മൗനസമ്മതം നൽകിയ അമ്മ അഖിലയും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങിയാണ് അർഷിത് മരിച്ചതെന്നായിരുന്നു പ്രതികൾ ആദ്യം ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ ഡോക്ടർമാരുടെ പരിശോധനയിലും തുടർന്ന് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തെളിഞ്ഞത് ആസൂത്രിതമായ കൊലപാതകത്തിൽ തെളിവുകളായിരുന്നു. ആ ശരീരത്തിൽ പഴയതും പുതിയതുമായ 91 മുറിവുകളാണ് കണ്ടെത്തിയത്. ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് 7 വാരിയലുകൾ തകർന്നു. തലയിലേറ്റ ശക്തമായ ക്ഷതവും അതിനെ തുടർന്നുണ്ടായ നീർക്കെട്ടും ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിന് കാരണമായതെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ചോറ് കൊടുക്കുന്ന സമയത്ത് കുരുന്ന് കരഞ്ഞതിനാൽ പ്രകോപിതനായി പ്രതി അർഷിതിന്റെ തല ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഈ ക്രൂരതകൾ അവിടെയും അവസാനിക്കുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് മർദ്ദനമേറ്റ് കൈ ഒടിഞ്ഞിരുന്നു. എന്നാൽ കൈയിൽ പ്ലാസ്റ്റർ ഇട്ട കുഞ്ഞുമായി അമ്മ അഖില ബ്ലോഗറുടെ വീഡിയോകളിൽ ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. കുട്ടി സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് അന്ന് നാട്ടുകാരോട് പറഞ്ഞത്. കൈ ഒടിഞ്ഞ അർഷിതിനെ വേദനയോടെ ആ വീട്ടിൽ 12 ദിവസത്തോളമാണ് ഇവർ പൂട്ടിയിട്ടത്. ഇതിനുശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കുവാൻ പോലും തയ്യാറായത്. ആ ശരീരത്തിൽ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിച്ച പാടുകളും കാലുകളിൽ ദ്രാവകം ഒഴിച്ചു പൊള്ളിച്ച അടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കുവാൻ കുഞ്ഞുവായിൽ തുണി തിരുകി കയറ്റാറുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പെറ്റമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ ക്രൂരതകളെല്ലാം നടന്നതെന്നത് ഈ സംഭവത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. അഖിലയുടെ മൗന സമ്മതത്തോടെയാണ് അഷ്കർ കുട്ടിയെ മർദ്ദിച്ചിരുന്നതെന്ന് ഇയാൾ പോലീസിനും മൊഴി നൽകി. മരിക്കുന്ന സമയത്ത് താൻ തമിഴ്നാട്ടിൽ നൃത്തപരിപാടിക്ക് പോയതെന്നായിരുന്നു അഖിലയുടെ വാദം. എന്നാൽ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കാറുള്ള കാര്യം അഖിലയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അഖിലയുടെ ആദ്യ ഭർത്താവ് അഖിൽ മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ്. ആ മരണത്തിലും ചില ദുർഗതകൾ നിലനിൽക്കുന്നുണ്ടെന്ന് അഖിലിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. കുഞ്ഞിനെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് അഖിലിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അഖിൽ അതിന് തയ്യാറായില്ല. കുഞ്ഞിനെ അന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ കണ്ണീരോടെ പറയുന്നു. കേസിലെ 1ാം പ്രതിയായ അഷ്കർ ഒരു സാധാരണ കുറ്റവാളിയല്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇയാളുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിന ഇയാളുടെ ക്രൂരമായ ഗാർഹിക പീഡനത്തെ തുടർന്ന് 1 വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോമ അവസ്ഥയിലായിരുന്നു. മാത്രമല്ല അഷ്കറുമായി ബന്ധപ്പെട്ട മറ്റൊരു യുവതിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചും ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരിയും അമ്മയും പോലും അഷ്കറിന്റെ ക്രൂരമായ സ്വഭാവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതി അഷ്കറിന്റെ തെളിവെടുപ്പിനായി കരിക്കുഴിയിലെ വാടക വീട്ടിലെത്തിച്ചപ്പോൾ വൻ ജനരോഷമാണ് ഉണ്ടായത്. പ്രകോപിതരായ നാട്ടുകാർ പ്രതിയെ കയ്യേറ്റം ചെയ്യാനും ഇയാളുടെ വാഹനം തല്ലി തകർക്കുവാനും ഒക്കെ ശ്രമിച്ചിരുന്നു. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതി അന്ന് അവിടെ നിന്ന് മാറ്റിയത്. തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾ വീടിനകം കഴുകി വൃത്തിയാക്കിയതായും കുഞ്ഞിന്റെ വസ്ത്രങ്ങളും ചില രേഖകളും കത്തിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ അഷ്കറിനെതിരെ കൊലപാതക കുറ്റത്തിന് പുറമെ SC/ST പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. അമ്മ അഖിലയ്ക്കെതിരെ കൊലപാതക പ്രേരണ കുറ്റമാണ് ചുമത്തുക. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രതികളെ തെളിവെടുപ്പിനായി എത്തിക്കില്ല എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്.